ഇതുവരേക്കും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഭാഗം എന്താന്നുള്ള കാര്യം ആരും ഇവിടെ കേട്ടിട്ടില്ല. അപ്പൊ പല ആൾക്കാരും ഇവിടെ വന്നിക്കാണ്ട് ഇവിടെ പറഞ്ഞു, പല ആൾക്കാരും ചോദിച്ചു, എന്തേ രാഹുൽ ഇജ്ജ് മുണ്ടാതെക്കണത്, എന്റെ തൊള്ളി ഇവിടെ നാവില്ല എന്നൊക്കെ പരിഹാസത്തിന്റെ ഒരു വാക്കുകളിലൂടെ ഒരുപാട് ആൾക്കാരെ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങളുടെ അടിച്ചമർത്തിയാണ് സംസാരിച്ചിന്. ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 24 ന്യൂസിന് രാഹുൽ മാങ്കൂട്ടം വിശദമായി കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ ഹാഷ്മിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒരു സംഭാഷണം, അതിൽ രാഹുൽ കൃത്യമായി കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഇപ്പൊ നിശബ്ദത ആയിക്കാണ്ട് മിണ്ടാതിരിക്കുന്നത് ഒരു ഔട്ട് ഇട്ടിക്കാണ്ട് പൊട്ടിച്ചാനാണ്. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെ ഇല്ലാതാക്കണം, ആരൊക്കെ തളർത്തണം, ആരൊക്കെ ജയിലിലാക്കണം എന്ന് വിചാരിച്ച് അതിന്റെ വേക്കിൽ കയറെടുത്തുകൊണ്ട് കുറ്റം പറിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആ മഹുലിക്കങ്ങൾ ആരൊക്കെയാണോ ഓരോ കണ്ണാക്കിലേക്ക് ഔട്ടിട്ട് കണ്ട് പൊട്ടിച്ചുമെന്ന് നമ്മൾ അന്നേ ഇവിടെ പറഞ്ഞപ്പോഴേ പല ആൾക്കാരും വന്നുകാണ്ട് പറഞ്ഞു, എന്റെ മാങ്കൂട്ടം മറ്റേ മാങ്കൂട്ടം അങ്ങനാണ് ഇങ്ങനാണ് മറ്റേതാണ് മറിച്ചതാണ് നോക്കാം. തിരിച്ചടി ഓൻ അങ്ങോട്ട് തുടങ്ങിക്കണേ. ഇനി കിട്ടും, റിപ്പോർട്ടർ ചാനലിനെ കണ്ണാക്കി കിട്ടുകാണ്ട് ഇവിടെ കിട്ടും. കാരണം അത്രത്തോളം ഉണ്ട് പക, ഓനക്ക് അത്രത്തോളം ഇവിടെ വീട്ടാനുണ്ട്. അവര് പറയുന്നുണ്ട് എന്തെന്നറിയാം, എന്നെ ഇനിയിപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും തന്നെ ശരി, ഞാനൊരു കോൺഗ്രസ്കാരനായിരിക്കും എന്നുള്ളത്. അപ്പം ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണ്. അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു രാഷ്ട്രീയം ഒരിക്കൽ കണ്ടുപിടിക്കാത്തത് കാരണം കൊണ്ടായിരിക്കണം. എന്തെല്ലാം കള്ളത്തരങ്ങൾ പഠിച്ചു കണ്ട് ഇവിടെ വിട്ട് ഇല്ലേ. അഥവാ കോടതി വിധി വരുന്നതിനേക്കാളും മുന്നേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കണ്ട് നടന്നതിന് ആരെയാണ്? മാധ്യമക്കാരും പിന്നെ അതിന്റെ ബാക്കിലുള്ള സിംഗിളികൾ എല്ലാവരും കൂടിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഓരോ വായൊക്കെ കണ്ട് അടയും ഇല്ലേ, രാഹുൽ മാങ്കൂട്ടം കണ്ട് അടക്കും. അപ്പം ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടം തന്നെ ആയിരിക്കും ഇനിയും ഇവിടെ ചർച്ച. എന്തായാലും കാണാം.